നമസ്കാരം പ്രിയപ്പെട്ടവരെ. മനോഹരമായ ഒരു ഇടവഴിയിലൂടെ പച്ചപ്പിന്റെ തണലിലൂടെയുള്ള ഈ യാത്ര നമ്മെ എത്തിക്കുന്നത് 1000 വർഷത്തെ ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മൂക്കുതലയിലെ ശ്രീ പകരാവൂർ ശിവക്ഷേത്രത്തിലേക്കാണ്. പണ്ടുകാലത്ത് ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ മനക്കാരാണ് സംരക്ഷിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചുമതല പകരാവൂർ മനക്കാർക്കായിരുന്നു. അങ്ങനെയാണ് ഇതിന് പകരാവൂർ ശിവക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. ക്ഷേത്രമുറ്റത്തേക്ക് കടക്കുമ്പോൾ പഴയകാലത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ക്ഷേത്രമതിലുകൾ നമുക്ക് കാണാൻ കഴിയും. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ മഹാക്ഷേത്രം ഭാരതീയ സംസ്കൃതിയുടെ ഉത്തമ ഉദാഹരണമാണ്. പണ്ട് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ശങ്കരാചാര്യർ തന്നെ ഈ ക്ഷേത്രം പകരാവൂർ മനക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് തിരുവാതിര മഹോത്സവം. ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാ വർഷവും വിപുലമായ രീതിയിൽ നടത്തിപ്പോരുന്നു. ഇതിന്റെ ഭാഗമായി നാട്ടിലെ പല ദിക്കുകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങളാണ് ദർശനത്തിനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സർവ്വ ഐശ്വര്യ പൂജയ്ക്കായി ചന്ദനം ചാർത്തിയിരിക്കുന്ന ഭക്തരെ നമുക്ക് കാണാം. പൂജയ്ക്ക് നേതൃത്വം നൽകുന്ന തന്ത്രിയുടെ വരവ് കാത്ത് ഇരിക്കുകയാണ് ഇവർ. തന്ത്രി വരാൻ അല്പം കൂടി സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. പ്രകൃതി കനിഞ്ഞരുളിയ കുളിർക്കാറ്റും ആത്മസ്പർശമുള്ള ഈ മനോഹര ദൃശ്യങ്ങളും, ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഭംഗിയുടെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദീപാരാധനയുടെ സമയമായിരിക്കുന്നു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും ദീപങ്ങൾ തെളിയുകയാണ്. ഈ ദീപപ്രഭയിൽ പകരാവൂർ ക്ഷേത്രം ഐശ്വര്യപൂർണമായി നിൽക്കുന്നു. കാലം ഇത്രയേറെ കടന്നുപോയിട്ടും ആ പഴയ മതിൽക്കെട്ടുകൾക്ക് ഇന്നും യാതൊരു കുറവും വന്നിട്ടില്ല എന്നത് അത്ഭുതകരമാണ്. ശ്രീ പരമശിവൻ മുഖ്യ പ്രതിഷ്ഠയായ ഇവിടെ വിഷ്ണുവും അയ്യപ്പനും ബ്രഹ്മാവും ഉപദേവതകളായി കുടികൊള്ളുന്നു. ഒപ്പം ഒരു സർപ്പക്കാവും ഇവിടെയുണ്ട്. നമ്മുടെയൊക്കെ ആരാധ്യനായ പത്മശ്രീ ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടുത്തെ ക്ഷേത്രകാര്യങ്ങൾ നടന്നു പോന്നിരുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ക്ഷേത്രഭരണം നാട്ടുകാരായ ചിലരുടെ കൈകളിൽ ഏൽപ്പിക്കുകയായിരുന്നു. പിന്നീട് അതൊരു ജനകീയ കൂട്ടായ്മയായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഈ ക്ഷേത്രഭരണം വളരെ ഭംഗിയായും ചിട്ടയോടുകൂടിയും കൊണ്ടുപോകുന്നു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ കൂട്ടായ്മയുടെ ഫലമായി ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി മുഖമണ്ഡപം പുതുക്കി പണിയാനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. തിരുവാതിര ദിനത്തിൽ രാവിലെ മുതൽ മേൽശാന്തി ശിവപൂജന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകുന്നേരം 5:30 താന്ത്രികാചാര്യൻ ശ്രീഹരി നമ്പൂതിരി ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സർവ്വ ഐശ്വര്യ പൂജ നടക്കാൻ പോവുകയാണ്. അതിനായുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ. കുടുംബങ്ങൾക്കും നാടിനും നന്മ വരാനുള്ള ഈ കർമ്മത്തിൽ ഇത്തവണ വിദേശത്തു നിന്നുള്ളവർ പോലും പങ്കാളികളായി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നമുക്കിനി സർവ്വ ഐശ്വര്യ പൂജയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം.
ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ. എല്ലാം ഐശ്വര്യം ഈശ്വരന്റെ ആണ്. ഐശ്വര്യം ഈശ്വരസ്ഥിതം, ഇതാണ് ഐശ്വര്യം. നമ്മൾ വിചാരിക്കുന്ന ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഐശ്വര്യം, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ മൊബൈല്, നമ്മളുടെ ഒക്കെ ഭഗവാന്റെ, ഒക്കെ ഗുരുവായൂരപ്പന്റെ, ഒക്കെ മഹാദേവന്റെ, ഒക്കെ ഭഗവതിയുടെ. അപ്പൊ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരസ്ഥിതം, ഈശ്വരന്റെ ആണ്. ഈ ഭൂമി സൃഷ്ടിച്ചത് ഭഗവാനാണ്, നമ്മളല്ല. പുഴയുണ്ടാക്കിയത് ഭഗവാനാണ്, കടലുണ്ടാക്കിയത് കാറ്റ് ഭഗവാന്റെയാണ്, വായു ഗുരുവായൂരേശൻ ഗുരുവായൂരപ്പനാണ്, ഒക്കെ ഭഗവാനാണ്. നമുക്കായിട്ട് ഒന്നും ഈ ശരീരം പോലും നമ്മളുടെ ഇല്ല. പറഞ്ഞില്ലേ, ശരീരം, കളത്രം, സുതം, ബന്ധുവർഗം, വയസ്യം, ധനം, സത്നഭൃത്യം ഭൂമിച്ച സമസ്തം പരിത്യജ്യ, അതൊക്കെ ഉപേക്ഷിച്ച് ഏകോ ഒറ്റയ്ക്ക് നമുക്ക് പോകണം. വൺസ് അപ്പോൺ എ ടൈം വി ഹാവ് ടു ഗോ എലോൺ. വി കെയിം ഹിയർ എലോൺ ആൻഡ് വി ഹാവ് ടു ഗോ എലോൺ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് വന്നു, ഒറ്റയ്ക്ക് പോകണം. അപ്പൊ ഇവിടെ നമ്മളുടെ കൂടെ ആരാളെ? നമ്മളുടെ കൂടെ ശരിക്കും ആരാളെ? ഭർത്താവുണ്ടോ? ആയിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, യേശു ആയിക്കോട്ടെ, അല്ലാഹു ആയിക്കോട്ടെ, വാട്ട് എവർ ദി നെയിം, ഗോഡ്സ് നെയിം, ഹിയർ ഈസ് ഓൺലി വൺ ഗോഡ്. ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ, ഒരു ദൈവം. ആ ദൈവമാണ് നമ്മളുടെ പരദേവത, അല്ലേ? നമ്മളുടെ പരദേവത. ആ പരദേവതയെ ഉപാസിക്കുക. പേര് നോക്കണ്ട, മതം നോക്കണ്ട, ജാതി നോക്കണ്ട, ഒന്നും നോക്കണ്ട. നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിക്കുക. നമുക്കൊരു ദൈവമുണ്ട്, ആ ഒറ്റ ദൈവം. ആ ദൈവത്തിലേക്ക് എത്താനുള്ള വഴിയാണ് നമ്മളിങ്ങനെ ഓരോ ഉപാസന, സർവീശ്വര പൂജയായിട്ടും ഭാഗവത സപ്താഹമായിട്ടും നാരായണിയായിട്ടും, ഇല്ലേ, ഓരോ പൂജകളായിട്ടൊക്കെ നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മുടെ ദൈവത്തിലേക്ക് നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന് പറയും. ആത്മസാക്ഷാത്കാരം, നമ്മളുടെ സെൽഫ് എംപവർമെന്റ്, ആത്മസാക്ഷാത്കാരം. അതിനുള്ള വഴികളാണ് നമ്മളുടെ ആചാര്യന്മാരെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. അതിന്റെ ഒരു ഉപാധിയാണ് സർവേശ്വരി പൂജ, അതിന്റെ ഒരു ഉപാധിയാണ് ഭാഗവത സപ്താഹം, അതിന്റെ ഒരു ഉപാധിയാണ് നാരായണീയം, ഭഗവത്ഗീത. എവറിത്തിങ് ഈസ് നമ്മളെ കണക്ട് ചെയ്യണം, നമ്മളെ ദൈവമായിട്ട് കണക്ട് ചെയ്യണവരൊക്കെ. നമ്മള് ഇപ്പൊ നമുക്ക് ഭഗവാനും ഭഗവതിയും മഹാദേവൻ കൂടി നമുക്കൊരു ചാൻസ് തന്നു. ഒരു സർവേശ്വരി പൂജയിലൂടെ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാനുള്ള, മഹാദേവനെ ആശ്രയിക്കാനുള്ള, ഭഗവതിയെ ആശ്രയിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് തന്നു. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് എത്താനുള്ള ഓരോ വഴിയും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതാണ് എന്റെ മലയാളം വാക്ക്, ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇനി നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അപ്പോ ഭഗവതിയാണ് നമ്മൾ ലളിതാ സഹസ്രനാമം. പുസ്തകമുള്ള ആൾക്കാര് പുസ്തകം നോക്കി ജപിക്കാം, അല്ല കാണാണ്ട് അറിയുന്ന ആൾക്കാർക്ക് കാണാണ്ട് ജപിക്കാം, കുഴപ്പമില്ല. ഇനിയിപ്പോ അറിയാത്ത ആൾക്കാര് ഓം ശ്രീ മഹാദേവി നമ, അതാണ് മന്ത്രം. അപ്പൊ ഒരുമിച്ച് നമുക്ക് ജപിക്കാം കേട്ടോ. 2 ശ്ലോകം വെച്ച് നമുക്ക് ചെയ്യാം. സമയം കുറെ ലേറ്റായി, 6:10. അപ്പൊ നമുക്ക് തുടങ്ങാം. കുറച്ച് ശ്ലോകങ്ങൾ ആദ്യം ജപിക്കാം, അതിനുശേഷം നമുക്ക് തുടങ്ങാം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ശ്രീ മഹാദേവ്യേ നമഃ.
ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അന്യത്രാണേകപ്രണഹൃദേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയ മാത്സര്യാദ്യനുപമ മനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകടപരമാഹ്ലാദജനനീ. വാണീ നിൻ കൃപ കാണി വേണമതിനായി ഏണാംഗബിംബാനനെ വീണേൻ ത്വൽ പദപങ്കജത്തിലടിയൻ. വാണീ മനോഹാരിണി വാണീ നിർജിത വേണുഗാനമധുരേ. വാണീ ഗുണം നൽകുവാൻ വാണിയിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതീ ദേവി നിൻ ചരണാരവിന്ദം ശിരസ്സിൽ വെച്ചിട്ടിത കുമ്പിടുന്നേൻ. പഠിച്ചതൊന്നും മറക്കാതിരിപ്പാൻ വരപ്രസാദം തരികിൻ്റെ ദേവി. കാളി കാളി മഹാകാളി കൃഷ്ണകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ശരണാഗത ദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരൽ താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം. പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തതോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേൽ പരാമംബികാം. ധ്യായേൽ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപത്നാം വരാംഗീം. സർവാലങ്കാരമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരജാപപാശാങ്കുശാം. അശേഷജനമോഹിനീമരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പേ നമഃ. നല്ലോണം പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചൈതന്യമുണ്ട്, നമ്മളുടെ ബോഡി, നമ്മുടെ ശരീരത്തിൽ ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ഭഗവാൻ. ആ ചൈതന്യത്തിന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്ത്രിമാരെ കഥാ ചെയ്യുക. തന്ത്രിമാര് ഒരു അമ്പലത്തില് വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ പ്രാണപ്രതിഷ്ഠ അവര് ഉള്ളിലുള്ള പ്രാണൻ എടുത്ത് ആവാഹിച്ച് എവിടെയോ കിടന്നിരുന്ന മഴയും വെയിലും മഞ്ഞൊക്കെ കൊണ്ട് കിടന്നിരുന്ന ഒരു കല്ല്, വെറും ഓർഡിനറി സ്റ്റോൺ, ഒരു കല്ല്. ആ കല്ലിനെ എങ്ങനെയാ ദൈവമാക്കി മാറ്റുന്നത്? ഉള്ളിലുള്ള ചൈതന്യത്തിനെ നമ്മൾ പ്രതിഷ്ഠിക്കുക. എവിടെയോ കിടന്നിരുന്ന ഒരു കല്ല്, വെറും കല്ല, കരിങ്കല്ല്, അതിനെ ആ ശക്തി ആ കല്ലിലേക്ക് ആവാഹിക്കും. അതാണ് പ്രാണപ്രതിഷ്ഠ. നമ്മളതാ ചെയ്യാൻ പോണത്. നമ്മളുടേതായിട്ടുള്ള ഒരു പരിമിതി വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അതിനൊരു ശക്തി ഉണ്ട്. കാരണം നിങ്ങൾക്കൊക്കെ ഉപാസന, നിങ്ങളൊക്കെ ഭഗവാനെ മുഖേനൊക്കെ സേവിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? ലളിതാസനമൊക്കെ ജപിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കൊക്കെ ശക്തി ഉണ്ട്, എല്ലാവർക്കും ശക്തി. കാരണം എല്ലാവരുടെ ഉള്ളിലും ഗുരുവായൂരപ്പൻ, സർവം ഖൽവിതം ബ്രഹ്മ, ഇല്ലേ? എല്ലാവരുടെ ഉള്ളിലും ഗുരുവായൂരപ്പൻ അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. ഈ പ്രകൃതി, ഇല്ലേ? മരങ്ങള്, പൂക്കള്, ഇതൊക്കെ ഗുരുവായൂരപ്പനാണ്. ഈ ശക്തി മീൻസ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉപാസനമൂർത്തി ഗുരുവായൂരപ്പനാണ്. ഇവിടെ മഹാദേവൻ ശരിക്കും അല്ലേ? ബ്രഹ്മം ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഉപാസന, നമ്മളുടെ പരദേവത, നമ്മളുടെ ഉപാസനാമൂർത്തിയെ നമ്മൾ ഇതുകൊണ്ട് സേവിക്കുക. ഭഗവതി ആയിക്കോട്ടെ, ഭഗവാനായിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു ശക്തി. ആ ശക്തിയെ നമ്മൾ ഉപാസിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ശക്തി നമ്മൾ ആവാഹനം. ആ ശക്തിയെ നമ്മൾ ആവാഹിച്ച് വിളക്കിലേക്ക് നമ്മൾ ആവാഹിക്കുക. എന്നിട്ട് ഓരോ പൂക്കളെടുത്ത് അർച്ചിക്കുമ്പോഴും ആ വിളക്കിനല്ല, നമ്മളുടെ ആ ശക്തിയെ, നമ്മളുടെ ആ ദൈവത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഉദ്വസിക്കാന്ന് പറയും. മേശാന്തിമാർക്കൊക്കെ അറിയാം, ഇവിടുത്തെ
തന്ത്രിമാർക്കൊക്കെ അറിയാം, ഉദ്വസിക്കുക. ആ ശക്തിയെ നമ്മൾ തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ്. അപ്പൊ എന്തായി, ഇത്രയും നമ്മൾ ആർജിച്ചതിന്റെ ഒക്കെ പവർ, ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടും, ഒരു ടാക്ലിംഗ് പവർ, ഒരു വിഡ്രോ, എന്താ പറയാ, വിത്ത്സ്റ്റാൻഡിങ് പവർ നമുക്ക് കിട്ടും, ഒരു ശക്തി നമുക്ക് കിട്ടും. ആ ശക്തി കിട്ടാനാണ് നമുക്ക് അറിയാം, എല്ലാവർക്കും പ്രശ്നങ്ങൾ, എല്ലാവർക്കും, എവരിബഡി ഈസ് ഹാവിങ് പ്രോബ്ലംസ് ഇൻ ലൈഫ്, നോ. അപ്പോ ആ പ്രോബ്ലംസ് വരുമ്പോ നമുക്ക് ആ ശക്തി വേണം. എന്തിന്? ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് വേണം. ആ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശരിക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? പ്രശ്നങ്ങള് തരണ്ടാന്നല്ല പ്രാർത്ഥിക്കുക. കാരണം പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ വരുമ്പോ അത് തരണം ചെയ്യാനുള്ള ശക്തി, മനസ്സിന്റെ ശക്തി, അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് ആർക്കറിയില്ല. അപ്പൊ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഗുരുവായൂരിനോട് അല്ലെങ്കിൽ ഭഗവതിയോട്, അയ്യപ്പനോട്, മഹാദേവനോട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമ. ലളിതാസഹസ്രനാമമാണ്. ഓരോ 2 ശ്ലോകം വീതം ചൊല്ലിയിട്ട് നമുക്ക് ഓം ശ്രീ മഹാദേവി നമ പറയുമ്പോൾ ഓരോ പൂക്കൾ എടുത്തിട്ട് വിളക്കിലേക്ക് അർച്ചിക്കുക. അതിന് ഒരു ശ്ലോകം ചൊല്ലിത്തരാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉള്ളിൽ നിന്നുള്ള ശക്തി നമ്മൾ ആവാഹിക്കുകയാണ്. അപ്പൊ ഞാൻ ചൊല്ലിത്തരാം, അത് ഏറ്റി ചെല്ലുക എല്ലാവരും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. വലത്തെ കൈകൊണ്ട് ഈ ചൂണ്ടുവരയില്ലേ, ചൂണ്ടുവരൽ തൊടാണ്ട് ബാക്കിയുള്ള 2 വിരലുകളും കൂടി കുറച്ച് കൊടുത്തിട്ട് നെഞ്ചത്ത് വെക്കുക, ഇവിടെ ചെസ്റ്റിലേക്ക്, ഡ്രസ്സിലേക്ക്. നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ പരദേവതയെ നമ്മൾ ഈ വിളക്കിലേക്ക് ആവാഹിക്കുകയാണ്. നല്ലോണം സങ്കല്പിച്ചിട്ട് ആ ചരാതം ഒന്നും മാറ്റാൻ പറ്റുന്നത്. ആ ചരാതം മുമ്പിൽ ചിടാം, ആ ചരാതം അതല്ല മുമ്പിൽ, കാരണം പടുതിരിയല്ലേ, അത് പടുതിരിയാണ്. നിങ്ങൾക്ക് എടുക്കുക അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക. എണ്ണ വെച്ചാലും മതി, കുഴപ്പമില്ല. എണ്ണ തീരുമ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കണം. പൂക്കള് തീരുന്നതനുസരിച്ച് പൂക്കൾ കൊടുക്കണം. അതിന് ആൾക്കാർ വേണം. ആണ് നമ്മൾ ജപിക്കണത്. 2 ശ്ലോകം ചെല്ലുമ്പോൾ ജപിക്കുക. ആദ്യം ഓരോ ശ്ലോകം ഞാൻ പറഞ്ഞുതരാം, അതിനുശേഷം നമുക്ക് 2 ശ്ലോകം വെച്ചിട്ട് നിങ്ങൾ അർത്ഥിക്കാം. അസ്യ ശ്രീ ലളിതാ സഹസ്രമാസമഹാമന്ത്രസ്യ ശ്രീ വശന്യാദി വാഗ്ദേവതാരക്ഷയ അനുഷ്ഠുച്ഛന്ദ ശ്രീ ലളിതാ പരമേശ്വരി ദേവത. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. ഓം ശ്രീ മഹാദേവി നമ. പൂക്കൾ എടുക്കുക, അർച്ചിക്കുക. ശ്ലോകം ചൊല്ലുന്ന മുമ്പ് തന്നെ പൂക്കൾ കയ്യിൽ വെക്കണം. എന്നിട്ട് ശ്ലോകം ചൊല്ലി കഴിയുമ്പോൾ ഓം ശ്രീ മഹാദേവി നമ പറയുമ്പോൾ അർച്ചിക്കുക കേട്ടോ, അർച്ചിക്കണം. ഓക്കെ. ഉദ്യൽഭാനുസഹസ്രാഭാകദുർബാഹുസമന്വിത രാഗസ്വരൂപപാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ഓം ശ്രീ മഹാദേവി നമ. വിളക്കിന്റെ താഴത്തേക്ക്, വിളക്കിന്റെ താഴത്തേക്ക്, വിളക്കിന്റെ താഴത്തേക്ക്. കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതഗന്ധര കനകാംഗദകയൂരകമനീയ ഭുജാന്വിത രത്നഗ്രൈവേ ചിന്താകലോലമുക്തദാഫലാന്വിത. ഓം ശ്രീ മഹാദേവി നമ. കാമേശ്വര പ്രേമരത്നമണിപ്രതിപണസ്തനി നാഭ്യാലവാലരോമാളീലതാഫലകുചദ്വയി ലക്ഷ്യരോമലതാധാരതാ സമന്വയ മധ്യമ സ്തനഭാരതലം മധ്യപട്ടബന്ധവലിത്രയ. അരുണാരുണകൗസുംഭവക്രഭാസ്വരകടീതടി രത്നകിങ്കിണികാരമ്യരശനാദാമഭൂഷിത മദകാരിണി. ഓം ശ്രീ മഹാദേവി നമ. മദധൂർണരക്താക്ഷി മദപാദലജണ്ഡഭൂ ചന്ദനദ്രവദുഗ്ധാംഗീ കൃഷ്ണപ്രിയ കുശലാ കോമലാകാര കുരുകുല്ലാകുലേശ്വരി കുലകുണ്ടാലയ കൗലമാർഗ
തൽപരസേവിത ഓം ശ്രീ മഹാദേവി നമഃ കുമാരഗണനാഥാംബ പുഷ്ടിർമകരധരി ശാന്തി സ്വസ്തിമതി കാന്തർനന്ദിനി ദക്ഷിണരാശി തേജോദീകൃതനായോലാക്ഷി കമലൂരിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി ഓം പീതവർണാതിഗർവിത മേധോനിഷ്ഠാ മധുപ്രീത ബിന്ദിന്യാദി സമൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാക്ഷി സംസ്ഥിത അംബുജാദി പ്രഹരണ വരദാദി നിഷേധി മുഖ്യശക്തി സമന്വിത ഹരിദ്രാണിണി ഗിരിജിക ഹാകിനി രൂപധാരിണി സഹസ്രപത്മധാ സർവവർണോപശോഭിത സർവായുധര ശുക്ലസംസ്ഥിത സർവതോമുഖി ഓം ശ്രീ മഹാദേവ്യേ നമഃ സർവോദനപ്രീതജിതായ നിന്യംബാസ്വരൂപിണി സ്വാഹാ സ്വധാ മധുരമേധ ശ്രുതിസ്വാരിണി അഗ്രഗണ്യാചിന്തിരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ദ്രി കമലാക്ഷനിഷേവിണി നിത്യതൃപ്ത ഭക്തനിധന്യന്ത്രി നിഖിലേശ്വരി മൈത്രയാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി ഓം ശ്രീ മഹാദേവി നമഃ പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധീപാനാലസ മത്ത മാതൃകാവർണ്ണരൂപിണി മഹാകൈലാസനിലയാമൃതോല്ലത മഹനീയാദയാമൂർത്തിർ മഹാസാമ്രാജ്യശാലിനി ഓം ശ്രീ മഹാദേവ്യേ നമഃ ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകൂടിക ഷടാക്ഷരിംഗരീഭൂത കമലാ കോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഭാലസ്ഥേന്ദ്രധനുപ്രഭ സാധ്യേ ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യാമായ മധുമതി മഹി ഗണാംബാ ഗുഹ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രിയ ഓം ശ്രീ മഹാദേവ്യേ നമഃ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിരിക്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി ഓം ശ്രീ മഹാദേവ്യേ നമഃ മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാ ലേഖരീ ലജ്ജാരംഭാദിവന്ദിത ഭവദാവസുധാ വിഷ്ടി പാപാരണ്യതവാനല ദൗർഭാഗ്യദൂലവാദൂല ജലാധ്വാന്തര വിപ്രഭ ഓം ശ്രീ മഹാദേവ്യേ നമഃ ഭാഗ്യാബ്ധിചന്ദ്രിക ഭക്തചിത്തകേകി ഘന ഘന രോഗപർവതദംഭോളിർമുട്ടിദാരുഗുഢാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി ഓം ശ്രീ മഹാദേവ്യേ നമഃ ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭഗ ത്രയംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദ ശുദ്ധ ജപാപുഷ്പനിഭാകൃതി ഓജോദീദ്യുതിധര യജ്ഞരൂപ പ്രിയവ്രത ഓം ശ്രീ മഹാദേവ്യേ നമഃ ദുരാരാധ്യ ദുരാധർഷ പാപരാകാശ പ്രാണദാ പ്രാണരൂപിണി ഓം ശ്രീ മഹാദേവ്യേ നമഃ മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി രസസേവതി പുഷ്ടാ പുരാതന പൂജിത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രീ പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി ഓം ശ്രീനാതീത സർവാതീത ശമാത്മിക ഓം ശ്രീ മഹാദേവ്യേ നമഃ ബന്ധൂകകുസുമപ്രഖ്യാ ബാലാലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യാ സുവാസിനി ഓം ശ്രീ മഹാദേവ്യേ നമഃ സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ഓം ശ്രീ മഹാദേവ്യേ നമഃ
ദശമുദ്രാ സമാരാധ്യ ത്രിപുര ശ്രീ ശിവങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി ഓം ശ്രീ മഹാദേവ്യൈ നമഃ. യോനിമുദ്ര ത്രിഖണ്ഡേശി ത്രിഗുണാംബ ത്രികോണഗ അനഘാത്ഭുതചാരിത്രാവാഞ്ചിതാർത്ഥപ്രദായിനി ഓം ശ്രീ മഹാദേവ്യൈ നമഃ. അഭ്യാസാതിശയജ്ഞാതാ ഷഡധ്വാതീതരൂപിണി അവ്യാജകരുണാമൂർത്തിരജ്ഞാനധ്വാനന്ദദീപിക ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ആബാലഗോപവിദിതാ സർവ മുത്തച്ഛന്റെ വാഴവുന്ന ഭക്ത ശിരോണി വാഴവുന്ന വാസ്തവ അറിയണ്ടോ? അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്. അദ്ദേഹം ക്യാൻസർ വന്നിട്ട് തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് കമന്നെടുക്കാം, മണ്ണെടുക്കാൻ പറ്റില്ല, കമന്നെടുക്കാം, ഭയങ്കര വേദനയാണ്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചെന്താ അറിയോ? ഇത്രയും കാരുണ്യം എന്നിൽ നടിച്ചതും ചിത്രം നടിപ്പതും ചിത്രം തന്നെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ വേദന കൊണ്ട് ഗുരുവായൂരപ്പൻ തരുന്ന വേദനകൾ ഇങ്ങനെ പൊളയുമ്പോ നമുക്ക് ഗുരുവായൂരനോട് പ്രാർത്ഥിക്കാൻ പറ്റും. ഗുരുവായൂരപ്പ കാരുണ്യം തന്നേ, കാരുണ്യം തന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അദ്ദേഹം പ്രാർത്ഥിച്ചത് നോക്കൂ, ഇത്രയും കാരുണ്യം എന്നിൽ നടിച്ചത്, ഇത്രയും കാരുണ്യം അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എത്ര ദൂരം ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോകണല്ലേ? നമ്മളൊക്കെ എത്രയോ പിന്നില്ല ഭക്തിയുടെ അത് നോക്കുമ്പോഴേ നമ്മളൊക്കെ എത്രയോ പിന്നില്ല. ഭഗവതിയായിട്ടും ഭഗവാനായിട്ടും ഗുരുവായൂരനൊക്കെ ആയിട്ടും മഹാദേവനൊക്കെ ആയിട്ടൊക്കെ. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് ഉദ്ദേശിക്കുക തിരിച്ചാ ചൈതന്യം. നമുക്ക് സമയമില്ല, സമയം കുറെ വൈകി. അപ്പൊ ഒന്നുകൂടി ആ മന്ത്രം ഒരു പ്രാർത്ഥനയാണ് ചെയ്യുക. ഓം കുറച്ച് പൂവെടുത്ത് വലത്തെ കൈകളിൽ കുറച്ച് പൂവെടുത്ത് ചൂണ്ടുവരെ തൊടാണ്ട് കുറച്ച് പൂവെടുക്കുക. കുറച്ച് പൂ ബാക്കി വെച്ചോളൂ. അതല്ല അമ്മേ, അത് നിങ്ങൾ അർപ്പിച്ചത് മറ്റേ കുറച്ച് മാറ്റി വെച്ചോളൂ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണേ നമോസ്തുതേ. നമ്മൾ ആദ്യം ആ രൂപം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളില്, ആ രൂപം നമ്മൾ തിരിച്ച് വിളക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ആക്കുക എന്ന് വിചാരിച്ച് ഉദ്ദേശിക്കുക എന്ന് പറയാം. അത് അങ്ങനെ പ്രാർത്ഥിച്ച് ആ രൂപം വിളക്കുന്നത് നമ്മൾ തിരിച്ചിങ്ങടെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആക്കുക. പൂക്കള ഓം ശ്രീ മഹാദേവി നമ. ആ രൂപം നമ്മൾ തിരിച്ച് മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അർച്ചിച്ചോളൂ. ഇനി നമ്മൾ ഈ ചെയ്ത യജ്ഞത്തിലെ സർവേശ്വരൂപിൽ എന്തെങ്കിലും തെറ്റുകൾ അറിയാണ്ടോ അറിഞ്ഞോ നമ്മളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാൻ വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ബാക്കിയുള്ള പൂവിന്റെ പകുതി പൂ കൊടുക്കുക. വലത്തെ കൈ കൊണ്ട് പൂലിയും കുറച്ച് പൂ എടുത്തുള്ളൂ, അപ്പുറത്ത് നിർത്തുള്ളൂ. രണ്ട് കൈ കൊണ്ട് പ്രാർത്ഥിച്ചു നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ ഈ സർവേശ്വര പൂജയോട് ഭഗവാൻ നമ്മളുടെ പരദേവത സന്തോഷിക്കട്ടെ, നല്ലോണം നമ്മളെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാഹ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭ. അതാണ് നമ്മളുടെ ആർഷ ഭാരത സംസ്കാരം. എല്ലാവർക്കും നല്ലത് വരണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു പ്രാർത്ഥിച്ചിട്ട് രണ്ട് കൈയോടുകൂടി പൂവ് കഴിക്കേണ്ടതാണ്. ഓം ശ്രീ മഹാദേവി നമ. സർവേശ്വരി സമർപ്പിച്ചു. ഒരു യജ്ഞം കഴിഞ്ഞാൽ ആ യജ്ഞത്തിന്റെ പൂർത്തീകരണത്തിന് കംപ്ലീഷൻ, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ദക്ഷിണ വേണം. അതെനിക്ക് തരണ്ട, നിങ്ങളെ എന്തെങ്കിലും നിങ്ങളുടെ കഴിയുന്ന ₹1 ₹2 എത്ര വെച്ചാൽ 10 രൂപ എത്ര വെച്ചാൽ ആ ദക്ഷിണ ശീലത്ത് മഹാദേവന് മുമ്പിൽ സമർപ്പിക്കും. ഓക്കെ, അത് ചെയ്യണം കേട്ടോ. ഇവിടെ വെക്കണ്ട, മഹാദേവന് മുമ്പിൽ സമർപ്പിക്കും. സമർപ്പിക്കട്ടെ. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആചാര്യന്മാരെ ദീപാരാധന പതിവുണ്ട്. കർപ്പൂരം നമുക്കത് വേണ്ട. അതിന് കുറച്ച് കൂടുതൽ തലയിൽ ചൂടിക്കോളൂ. കുറച്ച് കൂടുതൽ പ്രസാദം തലയിൽ ചൂടിക്കോളൂ.
ആ വിളക്ക് എടുത്തിട്ടുള്ളൂ. ഊതിക്കെടുത്തരുത്. വിളക്ക് കൊണ്ട് അത് കൈകൊണ്ട് ഇതാക്കിയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള എണ്ണ ഒരു പാത്രത്തിലേക്ക് ആക്കിക്കോളൂ. അവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞ വിളക്കുകളൊക്കെ തിരിച്ചു കൊണ്ടുപോകാം. വിളക്കുകളൊക്കെ തിരിച്ചു കൊണ്ടുപോകാം. മണികണ്ഠൻ ആലങ്കോടിന്റെ കേളികൊട്ടും ദീപാലങ്കാരങ്ങളാൽ പ്രഭ ചൊരിയുന്ന ആർദ്ര ദർശനവും ഭക്തർക്ക് അവാച്യമായ അനുഭൂതിയാണ് നൽകുന്നത്. അത്താഴ പൂജയോടും പ്രസാദ വിതരണത്തോടും കൂടി ഈ വർഷത്തെ തിരുവാതിര മഹോത്സവത്തിന് സമാപ്തിയാകുന്നു. ഭക്തിയും പ്രകൃതിയും ഒത്തുചേരുന്ന ഈ പകരാവൂർ മണ്ണിൽ നിന്ന് മടങ്ങുമ്പോൾ മനസ്സ് നിറയെ ആത്മശാന്തി മാത്രം. ഈ വലിയ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുക. വീണ്ടും ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. പായസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഗ്ലാസ്